നമസ്കാരം. അങ്ങനെ മാർച്ച് 10 ബിഗ് ബോസ് മലയാളം സീസൺ 6 തുടങ്ങാൻ പോവാണ്. അതിന് മുന്നോടിയായിട്ട് 2-3 ഭാഗങ്ങളിൽ നിന്നുള്ള വിവാദങ്ങളൊക്കെ നമ്മൾ കണ്ടു. 2-3 പറയാൻ കാരണം, ഒന്ന് നമ്മുടെ ഫസ്റ്റ് DFKയുടെ ഒരു ചെറിയൊരു ക്ലിപ്പ് വന്നല്ലോ, ഞാനത് റിയാക്ട് ചെയ്തിരുന്നു. അതിന് മറുപടിയായിട്ട് അഖിലിന്റെ വക, പിന്നെ അഖിലിന്റെ വക ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറി പോളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്, അതായത് ഏതായിരുന്നു ഏറ്റവും മികച്ച സീസൺ, ആരായിരുന്നു മികച്ച മത്സരാർത്ഥി, അതൊക്കെ അഖിലാണ് എന്നുള്ള വരുത്തി തീർക്കുന്ന, അഖിൽ ഉണ്ടായിട്ടുള്ള സീസൺ 5 ആണ്, അഖിലാണ് ഏറ്റവും മികച്ച ആൾ എന്നുള്ളത്. ആ പോൾസ് ഒക്കെ ഈ സമ്മർ മീഡിയ അതുപോലുള്ള ചാനൽസിന്റെ പോളുകളൊക്കെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഒക്കെ ഇട്ടിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മിക്കവാറും. ഞാൻ അതുകൊണ്ടാണ് ഈ ക്ലിപ്പ് ഒന്നും ഇവിടെ ആഡ് ചെയ്യാത്തിട്ടോ. ഓക്കെ, ഇതൊരു സംഗതി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന്റെ കൂട്ടത്തിൽ രജിത് സാറിന്റെ വക വേറൊരു കമന്റ് ഉണ്ടായി. അപ്പൊ 3 പേര് ഓൾറെഡി ഈ സീസൺ 6 തുടങ്ങുന്നതിന് മുന്നേ ചെറുതായിട്ടുള്ള വിവാദങ്ങളും കാര്യങ്ങളൊക്കെ തീ കൊളുത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ഓക്കെ, അപ്പോ ഇതില് ഇൻഡിവിജ്വലായിട്ട് അഖിൽ പറഞ്ഞ കാര്യങ്ങളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ 1-2 കാര്യങ്ങൾ അഖിൽ എന്ന് പറഞ്ഞ വ്യക്തിനെ സീരിയസ്ലി ഞാൻ എൻ്റെ ചാനൽ കണ്ടവർക്കറിയാം നമ്മുടെ അഭിപ്രായം. ബിഗ് ബോസ് മലയാളം സീസൺ 5 തുടങ്ങുന്നതിന് മുന്നേ അഖിൽ എന്ന് പറഞ്ഞ വ്യക്തിനെ എനിക്ക് തീരെ ഇഷ്ടമായിരുന്നില്ല. റീസൺ ഡോക്ടർ റോബിൻ ആ പറഞ്ഞ കാര്യമായിരുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം ചങ്ങാതി ഇതിനുള്ളിൽ വന്ന് ഒരു 10 ദിവസം കഴിഞ്ഞ ആഴ്ചക്ക് 10 ദിവസമൊക്കെ കഴിഞ്ഞതിന് ശേഷം അയാളുടെ അതിനുള്ളത്തെ ഗെയിം കണ്ടിട്ട് നമ്മൾ അയാളെ ഇഷ്ടപ്പെട്ടു, അയാളുടെ സംസാരം കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു. ബിഗ് ബോസ് മലയാളം സീസൺ 5 നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസേർവിംഗ് ആയിട്ടുള്ള കോntestant അഖിൽ മാരാർ തന്നെയാണ്. അഖിൽ തന്നെ ജയിക്കുകയും ചെയ്തു. അഖിലിന്റെ 7 കാലത്ത് നിൽക്കാൻ ഒരാളും അതിനുള്ളിൽ ഉണ്ടായിരുന്നില്ല. ഇതായിരുന്നു റീസൺ. അതിൽ DFK പറഞ്ഞൊരു കാര്യത്തോട് വളരെയധികം യോജിക്കുന്നു ഞാൻ. അഖിലിനെ അത്രയും കൂടുതൽ സപ്പോർട്ട് ചെയ്ത വ്യക്തിയാണ്. അഖിലിന് വേണ്ടി ഒരുപാട് വീഡിയോസ് ബിഗ് ബോസ് മലയാളം സീസൺ 5 ചെയ്തതാണ്. അതിനുള്ളിലിരിക്കുന്ന സമയത്ത് പുറത്തിറങ്ങിയതിനു ശേഷം എനിക്ക് തോന്നുന്നു 1-2 വീഡിയോ ചെയ്താലായി. ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളൂ. കാരണം വെച്ചാൽ ഇറങ്ങിയതിന് ശേഷം ഒരു കോണ്ടന്റും തരാതെ അവനവന്റെ പരിപാടിയും കാര്യങ്ങളും നോക്കി മുന്നോട്ട് പോയൊരു വ്യക്തിയാണ് അഖിൽ. ഓക്കെ, വേറെ ഇതിന് മുന്നേ ഇറങ്ങിയ ആൾക്കാരൊക്കെ, എസ്പെഷ്യലി ഡോക്ടർ റോബിനൊക്കെ 1 വർഷത്തോളം എല്ലാവർക്കും ഡിസ്കസ് ചെയ്യാനുള്ള കോണ്ടന്റും അങ്ങനത്തെ അരി വാങ്ങിക്കാനുള്ള സംഭവവും കാര്യങ്ങളൊക്കെ പുള്ളി തന്നിരുന്നു. ഓക്കെ, അപ്പൊ പഴയ കോൺട്രവേഴ്സിക്ക് നടക്കുന്നില്ല. പക്ഷെ എല്ലാ ബിഗ് ബോസിന്റെ ഓരോ സീസണുകളിൽ വന്ന ആൾക്കാർക്കും വളരെ ക്ലിയർ ആയിട്ട് എല്ലാവർക്കും സ്വയം അവർക്ക് തോന്നുന്ന കാര്യമാണ്, അവര് ഉണ്ടായിട്ടുള്ള സീസണാണ് ഏറ്റവും മികച്ച സീസൺ. ദർ ഇസ് നോ പ്രോബ്ലം, എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും. പക്ഷെ പ്രേക്ഷകർക്കും ഇതേ ഒരു അഭിപ്രായം ആയിക്കൊള്ളുന്നില്ല. ഓക്കെ, അത് സമ്മർ മീഡിയന്റെ പോള് അല്ലെങ്കിൽ മറ്റവരുടെ പോൾ എടുത്ത് വെച്ചിട്ട് സംസാരിക്കുന്നതിന് യാതൊരുവിധ അർത്ഥമില്ല. റീസൺ എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് സീസൺ കഴിഞ്ഞു. സാബു ഫസ്റ്റ് സീസണിൽ നമുക്ക് ഫേവറേറ്റ് ആയിട്ട് വരണം എന്ന് ആഗ്രഹിച്ച പേളി മാണിയാണ് കേട്ടോ. ഓക്കെ, പക്ഷെ സാബു ജയിച്ചു. ഇത് കഴിഞ്ഞതിന് ശേഷം സീസൺ 2 വന്നു, 3 വന്നു. രജിത് സാർ ഭയങ്കര ഇമ്പാക്ട് ഉണ്ടാക്കിയ ഒരു വ്യക്തിയാണ്. മണിക്കൂട്ടൻ പിന്നെ ആ സമയത്ത് പിന്നെ അങ്ങനെ കാര്യങ്ങളായില്ല. മണിക്കൂട്ടൻ ഡെഫിനറ്റ്ലി. പക്ഷെ ആ സമയത്ത് DFK ഭയങ്കര ഫേവറേറ്റ് ആയിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഒരാവശ്യമില്ലാതെ ആ ചങ്ങാതിനെ അവിടുത്തെ പറഞ്ഞയച്ചു. DFKനെ പറഞ്ഞയച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, പിന്നെ സീസൺ 4 ഓൾ ടൈം ഫേവറേറ്റ്. അത് നല്ലൊരു റീസൺ ഡോക്ടർ റോബിനാണ്. സീരിയസ്ലി അത്രയും നന്നായിട്ട് സൂപ്പറായിട്ട് ഗെയിം കളിച്ച് കോണ്ടന്റും പരിപാടിയൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്ന വ്യക്തി തന്നെയാണ്. അതായത് ബിഗ് ബോസ് എന്ന ഷോ എന്ത് ഷോ ആണ്. ഇപ്പൊ ടോക്സിസിറ്റി മാത്രം എന്ന് പറയുന്നില്ല, ടോക്സിസിറ്റി ഉണ്ട്, എല്ലാ പരിപാടിയും ഉണ്ട്. എന്റർടൈനിങ് ഷോ ആണ്. ആ ഒരു സിറ്റുവേഷനിൽ എന്റെ പേഴ്സണൽ ഫേവറേറ്റ് സീസൺ എന്ന് പറഞ്ഞാൽ സീസൺ 4 ആയിരുന്നു. ഡോക്ടർ റോബിൻ മാത്രമല്ല, അവിടെ ഒരു ഡോക്ടർ റോബിൻ മാത്രമാണെന്നുണ്ടെങ്കിലൊന്നും ഒരിക്കലും സീസൺ ഉണ്ടായിരിക്കില്ല. ജാസ്മിൻ, നിമിഷ, റിയാസ്, ബ്ലെസ്ലി, എന്താ പറയാ, ദിൽഷ, എല്ലാവരും നല്ല അടിപൊളിയായിട്ട്. ദിൽഷ എന്തുകൊണ്ട് വിന്നറായി എന്നുള്ള കാര്യം നമ്മളാക്കി കടക്കുന്നില്ല. അപ്പൊ എല്ലാം കൊണ്ടും അടിപൊളിയായിട്ടുള്ള എല്ലാവരും എന്റർടൈൻ ചെയ്യിപ്പിച്ച് നിർത്തിയ സീസൺ 4 ആണ്. അതിനുശേഷമാണെങ്കിൽ കൂടി ബിഗ് ബോസ് എന്ന ഷോനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ബിഗ് ബോസ് കണ്ടിട്ടുള്ള അവിടുന്ന് പേഴ്സണൽ ഫേവറേറ്റ്സ് ഉണ്ടായിട്ടുള്ള അവരിഷ്ടപ്പെടുന്നവരാണെങ്കിൽ എല്ലാവർക്കും ഈ സീസൺ കഴിഞ്ഞതിന് ശേഷം 1 വർഷം വരെ, അതായത് സീസൺ 5 തുടങ്ങുന്നത് വരെ, സീസൺ 5 ആ സമയമാകുമ്പോഴേക്ക് അടിച്ചിടുന്ന, അതായത് സീസൺ 4 റോബിനെയും ബാക്കിയുള്ളവരെയൊക്കെ, റോബിനെ എസ്പെഷ്യലി അടിച്ച് ഇടുന്ന രീതിയിലാണ് അവസാനം നമ്മൾ ആ സീസൺ 5 തുടങ്ങുന്നതിന് മുന്നുള്ള ഏഷ്യാനെറ്റിന്റെ ഭാഗത്തുള്ള സംഗതികളൊക്കെ കണ്ടത്. എന്താണെന്ന് വോട്ട് എവർ നമ്മൾ അതിലേക്കൊന്നും കടക്കുന്നില്ല. പക്ഷെ സീസൺ 4 ആയിരുന്നു ഏറ്റവും മികച്ച സീസൺ. പക്ഷെ അഖിലിന്റെ ഒരു സംഭവം, അഖിൽ നമ്മൾ ഇത്രയധികം സപ്പോർട്ട് ചെയ്തെങ്കിലും കൂടി അതിനുള്ള മറുപടിയൊക്കെ DFK വളരെ പ്രോപ്പറായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ടോക്സിസിറ്റിയുടെ കാര്യം പറഞ്ഞു. അത്യാവശ്യം നല്ലോണം ടോക്സിക് ആയിട്ട് നിന്നിരുന്ന ഒരു വ്യക്തിയാണ് അഖിൽ. എന്നിട്ട് ആ അസുഖം വന്ന് പുറത്തു പോയി തിരിച്ചു വന്നതിന് ശേഷമാണ് അഖിലിന് പുറത്തുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായതിനു ശേഷമാണ് അഖിലൊന്ന് മര്യാദയ്ക്കായത്. മര്യാദയ്ക്ക് ഇൻ ദ സെൻസ് ഒരു നന്മമരം. അല്ലെങ്കിൽ 100% ഓണവില്ല് സീസണാണ്. ഞാൻ സീരിയസ്ലി ഇപ്പൊ ഞാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ കാണുന്നവർക്കൊക്കെ ഞാൻ ഈ വളരെ സീരിയസ് ആയിട്ട് ഈ ഒരു ഗെയിമിനെ നോക്കിക്കണ്ട് ഇത് റിവ്യൂ ഇട്ടൊരു വ്യക്തി എന്നുള്ളത് എനിക്ക് പറയട്ടെ. ലൈവും കൂടി കണ്ടിട്ട്
ഒരു ഓണവിൽ സീസൺ ഉണ്ടായിട്ട് എന്ത് കുന്തം കിട്ടാനാ? ബിഗ് ബോസ് മലയാളത്തിലെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വാഴ സീസൺ ആയിരുന്നു എന്നുള്ളത് ഒരുവിധം റിവ്യൂ ചെയ്യുന്നവരും കണ്ടവരും എല്ലാവരും എഴുതിയതാണ്. അതിലേക്ക് ഈ പറഞ്ഞ 4 ചലഞ്ചേഴ്സ് ചെന്നതിന് ശേഷമാണ് ഇപ്പോൾ സീരിയസ്ലി DFK വന്നു, റിയാസ് വന്നു, ഡോക്ടർ റോബിൻ വന്ന ഒരൊറ്റ സംഗതി കൊണ്ട് മാത്രമാണ് ആ ഒരു സീസൺ ഒന്ന് ഉഷാറായത്. കാരണം എന്താ വെച്ചാൽ അയാൾ അതിൻ്റെ ഉള്ളിൽ കിടന്ന് കാണിച്ചു കൂട്ടി സംഗതികൾ വീണ്ടും ഒരു കോണ്ടന്റും വിവാദവും കാര്യങ്ങളൊക്കെ ആക്കി. അല്ലാന്നുണ്ടെങ്കിൽ സീസൺ 5 ഷൂ ആണ്. അഖിൽ മാരാർ നല്ല പ്ലെയർ ആയിരുന്നു. ആൾ അടിപൊളി തന്നെയാണ്. സംസാരത്തിൽ എല്ലാത്തിനും മുപ്പുറം എല്ലാം ഉണ്ടായിരുന്നില്ല, എവിടെ ഉണ്ടാവില്ല എന്നല്ല, പക്ഷെ ഇതിന് മുൻകാല സീസണുകളിൽ ഉണ്ടായിരുന്ന പോലത്തെ DFKനെ പോലെ, ഡോക്ടർ റോബിനെ പോലെ, അങ്ങനത്തെ പല ആൾക്കാരും രജിസ്ട്രാറിനെ പോലെയൊക്കെ മത്സരാർത്ഥികൾ അതിനുള്ളിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അഖിൽ മാരാറിന്റെ സിറ്റുവേഷൻ വേറെ ലെവലിലായിരുന്നു. അത് DFK പറഞ്ഞത് 100% നമ്മൾ യോജിക്കുന്നു. പിന്നെ അഖിലിന്റെ ഒരു കേസ്, അതിനുള്ളിൽ ഗെയിം കളിച്ച സമയത്ത് ഞാൻ ദേഷ്യം അഖിലിനോട് ഉണ്ടായിട്ട് പറയല്ല, അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മൾ എല്ലാ സമയത്തും പറഞ്ഞിട്ടുണ്ട്, എസ്പെഷ്യലി ആ മധുവിന്റെ വിഷയമൊക്കെ വന്ന സമയത്ത്. പക്ഷെ അഖിലിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത വ്യക്തിയാണ്. ഒരുപാട് തെറിയും കേട്ടു നമ്മൾ. പക്ഷെ എപ്പോഴൊക്കെ നമ്മൾ അഖിലിനെ അഗെയിൻസ്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടോ ആ സമയത്തൊക്കെ അഖിലിന്റെയും ഈ അന്തം ടോക്സിക് ഫാൻസ് ഉണ്ടായിരുന്നു. പക്ഷെ അത്ര കൂടുതലായിട്ട് ഉണ്ടായിരുന്നില്ല ഇതിന് മുന്നുള്ള സീസണുകളിൽ പോലെ. നല്ല അത്യാവശ്യം നല്ല രീതിയിലുള്ള ഈ ഒരു എന്താ പറയുക തെറ്റ് ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സൈബർ ബുള്ളിങ് കിട്ടിയൊരു വ്യക്തിയും കൂടിയാണ് ഞാൻ. ഓക്കെ, അപ്പോൾ അഖിലിന്റെ ഒരു കേസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അഖിൽ അതിനുള്ളിൽ ഉണ്ടായിരുന്ന സമയത്ത് അഖില് അത്യാവശ്യം നല്ല രീതിയിൽ സ്വയം പൊങ്ങിയും കൊണ്ടുതന്നെയാണ് നടന്നിരുന്നത്. ഒരു സ്വന്തമായിട്ട് ഞാൻ തന്നെയാണ് ഏറ്റവും വലുത് എന്നുള്ള രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡുള്ള വ്യക്തിയായിരുന്നു അതിനുള്ളിൽ അഖിൽ മാരാർ. അപ്പൊ ഞാൻ സീരിയസ്ലി വിചാരിച്ചെന്ന് വെച്ചാൽ ഒരുപക്ഷെ ചിലപ്പോൾ ഗെയിമിന് വേണ്ടിയിട്ടായിരിക്കാം പുള്ളി ഇങ്ങനെ കളിക്കുന്നത് എന്ന് വിചാരിച്ചു. പക്ഷെ അതല്ല, ഇയാൾ ഇതിന് പുറത്തു വന്നതിന് ശേഷമാണെന്നുണ്ടെങ്കിലും എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയത് കേട്ടോ, നിങ്ങൾക്ക് ചിലപ്പോൾ എതിരഭിപ്രായം കമന്റ് ചെയ്യുക. അയാൾ തന്നെയാണ് ഏറ്റവും വലുത് എന്നുള്ള രീതിയിലുള്ള നല്ല കഴിവുള്ള ആളാണ്. ഇതുവരെയുള്ള ബിഗ് ബോസ് കണ്ടതിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ലൈവ് ചർച്ചകളിൽ പങ്കെടുക്കുന്നതിൽ വെച്ചിട്ടൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ സംസാരിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ്. സംസാരിച്ച് അപ്പുറത്തിരിക്കുന്നവരെ അടിച്ച് ഇരുത്താനുള്ള കഴിവുള്ള ആളാണ്. പിന്നെ അത്ലീറ്റ് ആണ്, സ്പോർട്സ് വൈസ്, പിന്നെ ഫിസിക്കൽ ആക്ടിവിറ്റി എല്ലാം കൊണ്ടും ഒരു ഓൾറൗണ്ടർ ആൾ തന്നെയാണ്. അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ അഖിലാണ് ഏറ്റവും വലുത്, അഖിലിനെയാണ് ഏറ്റവും സൂപ്പർ എന്ന് തോന്നുന്ന രീതിയിലുള്ള സംസാരമാണ് അഖിലിന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നത്. ഓക്കെ, ഇപ്പോഴും അതിനുണ്ടായത്. പക്ഷെ അതേ സാധനമാണ് DFK ഒരു വീഡിയോ ചെയ്ത സമയത്ത് ഇത് മറുപടിയായിട്ട് അഖിൽ കൊടുത്തപ്പോൾ അഖിലിന്റെ ബോഡി ലാംഗ്വേജ് കംപ്ലീറ്റ് അതായിരുന്നു. കാരണം അഖിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് സംഭവം. കുറെ TRPന്റെ കാര്യങ്ങൾ പറഞ്ഞു, കുറെ റേറ്റിംഗ് പറഞ്ഞു, കുറെ ടെക്നിക്കലി കുറെ കാര്യങ്ങൾ പറഞ്ഞു, സ്പോൺസർഷിപ്പ്, ലാഭം ഉണ്ടായി കൊടുത്ത ഷോ. ഇതൊന്നും അല്ല. പ്രേക്ഷകരാണ് ഒരു ഷോനാണെങ്കിൽ എന്തിനാണെങ്കിലും ഉണ്ടാക്കുന്നത്. ഓക്കെ, ആ പ്രേക്ഷകർക്ക് ഏറ്റവും ബോർ സീസൺ ആയിരുന്നു സീസൺ 5 എന്നുള്ളത് ഐക്യകണ്ഠേന എന്ന് പറഞ്ഞ മാതിരി എന്താ പറയുക, മജോറിറ്റി എന്തായാലും പറയും 5 സീസണിലൊരു എന്താ പറയുക ഒരു പോൾ ഇപ്പൊ ഇടുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഓരോ സീസൺ നടക്കുന്ന സമയത്തല്ല, ഇപ്പൊ ഒരു പോൾ ഇടുകയാണ് ഏറ്റവും നല്ല സീസൺ ഏതായിരുന്നു, ഏറ്റവും വേസ്റ്റ് സീസൺ ഏതായിരുന്നു, അല്ലെങ്കിൽ ഏറ്റവും നല്ല ബിഗ് ബോസ് കണ്ടസ്റ്റന്റ്, മോശം കണ്ടസ്റ്റന്റ് എഴുതാന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി ആൾക്കാർക്ക് അത് മാറിയിട്ടുണ്ടാവും. കാരണം എന്താന്ന് വെച്ചാൽ ഈ സീസൺ നടക്കുന്ന സമയത്ത് ആൾക്കാരുടെ ചിന്താഗതിയും കാര്യങ്ങളൊക്കെ വ്യത്യാസം ഉണ്ടാവും. അതായിരിക്കില്ല ഇപ്പൊ. ഓക്കെ, അപ്പൊ അഖിൽ മാരാറുടെ വർത്തമാനത്തിൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അങ്ങോട്ട് യോജിക്കാൻ കഴിയില്ല. എന്ന് വെച്ചാൽ അഖിൽ ഇപ്പോഴും ഫേവറേറ്റ് കണ്ടസ്റ്റന്റ്, നല്ല കഴിവുള്ള ആളാണ്, അടിപൊളിയാണ്, സംഭവമൊക്കെ ഒക്കെയാണ്. പിന്നെ ടോക്സിസിറ്റി പുറത്തിറങ്ങിയതിന് ശേഷം ഒരു കാര്യം ഇതാക്കണം, കാരണം പുറത്തിറങ്ങിയതിന് ശേഷം ഈ ടോക്സിക് ആയിട്ടുള്ള ഫാൻസിനെ അധികം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് വെച്ചാൽ കുറെ നമ്മളെപ്പോലെ റിവ്യൂ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. കാരണം വെച്ചാൽ ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പറയുന്ന സമയത്തും ആ ഒരു ടോക്സിക് ആയിട്ടുള്ള ആൾക്കാർ നമുക്ക് ഭയങ്കരമായിട്ട് ബുള്ളി ചെയ്യുന്ന പോലുള്ള ആ ഒരു സംഗതി അഖിലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടാണ്. അത് അഖിലിന്റെ ഒരു പ്ലസ് പോയിന്റാണ്. പ്ലസും മൈനസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഓരോ സീസൺ വരുന്ന സമയത്തും അതിൻ്റെതായ ആൾക്കാർ വരും. ഇപ്പൊ ഞാൻ അടുത്ത സംഗതി പറയാം, ബിഗ് ബോസ് മലയാളം സീസൺ 6 വരുന്ന സമയത്ത് അതിൽ പുതിയ കണ്ടസ്റ്റൻസ് ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ അത് കുറച്ചു കാലം കഴിഞ്ഞൊരു പോൾ ഇട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ പറഞ്ഞ ആൾക്കാരൊന്നും എവിടെ ഉണ്ടായിരിക്കില്ല.